ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. നമ്മളൊരു ക്രിസ്മസ് തീമിൻ്റെ കേക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് പോപ്സും ഉണ്ടായിരുന്നു, 25 പോപ്സും. അതൊരു ക്രിസ്മസ് തീമിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമർ പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ കേക്കും. അപ്പോൾ അതൊരു കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു കളർ തീമിൽ, ക്രിസ്മസിൻ്റെ ആ ഒരു തീമിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാനത് വീഡിയോ ഇട്ടത്. അതിന് മുൻപ് ഞാൻ ഇതിൻ്റെ കൂടുതലായിട്ട് നമുക്ക് കേക്ക്സ് വരുന്നത് ട്രഡീഷണലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ്, ഇതൊക്കെ. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. തീമായിട്ട് ചെയ്തിട്ടുള്ളത് മാത്രം. ഇതിന് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2 കിലോ വെയിറ്റ് വരുന്നതും 1 കിലോ വെയിറ്റ് വരുന്നതൊക്കെ വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ ഈ കാണിക്കുന്നതും വൈറ്റ് ഫോറസ്റ്റിൻ്റെ 1 കിലോ വെയിറ്റ് വരുന്ന കേക്കാണ്. അപ്പോൾ അതൊരു കളർ തീമിലാണ്. നമ്മൾ ക്രിസ്മസിൻ്റെ കളർ തീം റെഡും ഗ്രീനുമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു തീമിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് ഒരു സൈഡിൽ മാത്രം നമ്മൾ റെഡിൻ്റെയും ഗ്രീനിൻ്റെയും ആ ഒരു കളറിൽ ഷെൽ നോസിൽ വേണ്ട മീഡിയം സൈസ് ഷെൽ നോസിൽ വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട്, താഴെ സൈഡിലായിട്ട് ഒരു 3 ട്രീയും, ഞാൻ ചെറിയൊരു ട്രീയും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് പിന്നെ സ്നോമാൻ, പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് സ്നോമാനൊക്കെ. പിന്നെ അതിൻ്റെ മേളിൽ ചെറിയ സ്റ്റാറിൻ്റെ തന്നെ ബീഡ്സ്, ഗോൾഡൻ ബീഡ്സിൻ്റെ സ്റ്റാർ, അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളുമാണ്, എങ്കിൽ കാണാൻ നല്ല, പിള്ളേർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ലുക്കുമാണ് കാണാനായിട്ട്, ക്രിസ്മസിൻ്റെ ആ ഒരു ലുക്കിൽ. അപ്പോൾ കൂടുതൽ നമ്മൾ പ്ലം കേക്കും ഇതൊക്കെയാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി വീഡിയോ ഇൻക്ലൂഡ് ചെയ്യണ്ടല്ലോ എന്ന് കരുതി ആ തീം വർക്ക് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു തീം വർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഈ ട്രീൻ്റെ മേളിൽ നമ്മൾ കുറച്ച് കളറിൻ്റെ ആ ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയ ചെറിയ ബീഡ്സ്. അപ്പോൾ ഒരു ബൾബ് കത്തുന്ന രീതിയിൽ, ആ ഒരു രീതിയിലിരിക്കും. പിന്നെ സ്നോമാൻ്റെ ഇതേപോലെ നമ്മൾ സൈഡിൽ വയ്ക്കുമ്പോഴേക്കും അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്ഷൻ ഇല്ലെങ്കിലും അറിയില്ല. വളരെ സിമ്പിളുമാണ് ഇങ്ങനെ ചെയ്യാനായിട്ട്. സൈഡ് ഭാഗത്ത് നമ്മൾ മേളിൽ ചെയ്യുമ്പോഴേക്കും ആ ഒരു ബോൾസ് കറക്റ്റ് പെർഫെക്ഷനിൽ കിട്ടിയില്ലെങ്കിൽ അത്രയ്ക്ക് ലുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇതിങ്ങനെ വെക്കുമ്പോൾ നമുക്ക് എത്ര അറിയാത്തവർക്ക് പോലും ഇങ്ങനെ സൈഡിൽ വയ്ക്കുമ്പോഴേക്കും ആ ഒരു ഫിനിഷിങ് ഇല്ലെങ്കിലും അറിയില്ല, ചെയ്തെടുക്കാൻ എളുപ്പമാണ്. പിന്നെ ഇതുപോലെ തന്നെ റെഡും ആ ഷോളൊക്കെ ഇട്ട് കൊടുത്തിട്ട്, പിന്നെ അതിൻ്റെ ക്യാപ്പ്, പിന്നെ കണ്ണും ആ ഒരു ചുണ്ടുമൊക്കെ വരച്ചു കൊടുത്തു. അടിപൊളി ലുക്കല്ലേ കാണാനായിട്ട്. എടുക്കുന്നിട്ട് അതിൻ്റെ സ്റ്റാറിൻ്റെ ബീഡ്സ് ഇട്ട് കൊടുത്തു, ഗോൾഡൻ ബീഡ്സ്. പിന്നെ ആ ഒരു ഷെൽ നോസിൻ്റെ ആ ഒരു നോസിൽ വർക്കിൻ്റെ മേളിൽ പല കളറിൽ വലുതും ചെറുതുമായിട്ടുള്ള ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.